നിങ്ങളുടെ ഡിസൈനർ ഹോം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നു. സാൻഡ് ബിൽഡേഴ്സ്, ഡിസൈൻഡ് ബൈ കോൺസെപ്റ്റ്സ്. പാട്ട് പാടിക്കൊണ്ട് സ്വീകരിക്കാം. ഷൈൻ ടോൺ ചാക്കോ നമ്മുടെ വേദിയിലേക്ക് വരികയാണ്. ഷൈൻ ടോൺ ചാക്കോ നമ്മുടെ വേദിയിലേക്ക് വരികയാണ്. അപ്പം നമ്മൾ റോട്ടിൽ നിൽക്കരുത്. സാബിത്ത് ഇവിടെ കയറി വരണം. എല്ലാവരും വേണം. റോഡിൽ നിൽക്കരുത് പ്ലീസ്. വഴി ഇട്ടാൽ മാത്രമേ ഉള്ളൂ നമുക്ക്. ഷൈൻ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഷൈൻ ഒരു സെൽഫി എടുക്കാം നമുക്ക്. ആദ്യമേ ഫോൺ കൊടുക്കുക. അല്ല ഒരു മണി അവിടെ ഇരിക്കല്ലേ. മണവാളൻ നിങ്ങളൊരു ഒപ്പന കളിക്കാം. ആൺകുട്ടികളെ ഒപ്പന കളിക്കാം. അല്ല എന്നാ മണവാട്ടി ഇരിക്കട്ടെ. മണവാട്ടി ഇരിക്കുക. മൈക്ക് റന്തന് നമസ്കാരം. എത്ര വർഷമായി മണവാട്ടി അഭിനയിക്കും? ഡാൻസ് കളിക്കാറില്ലല്ലോ. അല്ല ഡാൻസ് കളിക്കാറില്ലേ? അപ്പൊ എന്താ കളിപ്പിക്കാത്തവര്? മണവാട്ടി ആവുന്നൊരു ഡാൻസ് കളിക്കാൻ അറിയണമെന്നുണ്ടോ? ഇല്ല, മണവാട്ടി ആവും. അപ്പോ ഡാൻസ് കളിക്കാറില്ലല്ലോ. നമ്മുടെ സ്കൂളിലൊക്കെ നമ്മൾ ഒപ്പന കാണാൻ നിൽക്കും. ഞാൻ പൊന്നാനിയിലെ പഠിച്ചിരുന്നു. നല്ല കൊഞ്ചുള്ള പെൺകുട്ടികളുണ്ടാവല്ലോ ഒപ്പനയ്ക്ക്. പക്ഷെ ആരും തിരിച്ചറിയില്ല. ഇപ്പൊ കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിലും ദൂരെ നോക്കുമ്പോ എല്ലാവരും ഒരേപോലെ ഇരിക്കുക. കണ്ടിട്ടില്ലേ? ഇതിന്റെ ഫോട്ടോ കണ്ടിണ്ടാ? വ്യത്യാസമുള്ള മണവാട്ടിക്കുട്ടിയാ. അപ്പൊ ഡാൻസ് കളിക്കാറിയില്ല നല്ല കുട്ടികളൊക്കെ. എന്താ അവർക്ക് മണവാട്ടി ആവാനാണ്. മണവാട്ടിയാവാൻ ഡാൻസ് കളിക്കാറിയവരൊക്കെ നിർത്തും. അങ്ങനെയല്ലല്ലോ. ഞാനിരുന്നതില്ലോ മണവാളനായിട്ട്. കണ്ടു കഴിഞ്ഞാൽ മണവാളാണ് തോന്നണ്ടേ. ഇപ്പൊ 40 വയസ്സായാലും തോന്നിയിട്ടില്ല. എന്താ മണവാട്ടിയാണോ? ആവണോ? വേണ്ടേ? നിങ്ങളോടല്ല കുട്ടികളോട്. മണവാട്ടി കല്യാണം കഴിഞ്ഞ എത്ര ചേട്ടനല്ലേ പറഞ്ഞു? ആരാ പറഞ്ഞു മണവാട്ടി ആവണത്? ബാക്ക് ചെയ്തോ? ആവണ്ടല്ലോ. കല്യാണം കഴിക്കണോ? കല്യാണം പറഞ്ഞാലോ അവരൊക്കെ. അപ്പം ഷൈനിവിടെ എത്തിയിരിക്കുന്നത് ഷൈൻ്റെ പുതിയ സിനിമ റിലീസിനുള്ള കമൽ സാറിന്റെ. അല്ല, വിവേകാനന്ദൻ പടം റിലീസാവുന്നുണ്ട് 19-ാം തീയതി. അപ്പൊ അതിന്റെ പ്രൊമോഷനായിട്ട് തിരുവനന്തപുരത്തേക്ക് പോവാ. അപ്പോഴാണ് അധികാരികൾ വിളിച്ചു പറയണേ ഇവിടെ ഒരു പരിപാടി ഉണ്ട്, ഞങ്ങൾ ഇവിടെ ഉണ്ടാവും. അപ്പൊ നിങ്ങളെ ഞാൻ ഒരിക്കൽ ദുബായിക്ക് പറഞ്ഞു വെച്ചല്ലേ, അവിടെ ഒരു ചാനൽ തുടങ്ങുകയാണെങ്കിൽ നാട്ടിൽ പ്രശ്നം ഉണ്ടാക്കില്ല. അതുകൊണ്ട് ദുബായിക്കാരും കൂടി തിരിച്ചു അയച്ചില്ലേ? നമ്മുടെ കലോത്സവം അല്ലേ? കലോത്സവം. ഈ കലോത്സവം ദുബായിൽ കലോത്സവം കുറെ ആളിപ്പുണ്ട്. നിങ്ങൾക്ക് അന്ന് നിങ്ങളെ പുള്ളിനെ കൊണ്ടുപോയി അവിടെ എത്ര കേസുണ്ട് പുള്ളി ചെയ്തു? അപ്പൊ നമ്മുടെ സിനിമയെ കുറിച്ച്, കമൽ സാറിന്റെ 100ാമത്തെ സിനിമ, കമൽ സാറിന്റെ ഷൈൻ്റെ 100ാമത്തെ സിനിമ, കമൽ സാറിന്റെ കൂടെ ആദ്യം സിനിമാ മേഖലയിൽ വന്ന് ഗുരുനാഥന്റെ കൂടെ നായകനായി അഭിനയിക്കുന്ന സിനിമ. ആ സിനിമയെ കുറിച്ച്. ഞാൻ 2002 ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. കമൽ സാർ അഭിനയിക്കണമെന്നല്ല, വർക്ക് ചെയ്യാൻ തുടങ്ങുന്നത് +2 കഴിഞ്ഞിട്ട്. അപ്പൊ ഈ +2-ലാണ് ഞാൻ ആദ്യമായിട്ട് സംസ്ഥാന കലോത്സവത്തിന് എത്തുന്നത്. 1ാം ക്ലാസ് കൂടി മത്സരിച്ചിട്ടേ സംസ്ഥാന കലോത്സവം കിട്ടുള്ളൂ. ഇത് സംസ്ഥാന കലോത്സവം അല്ലേ? എന്താണ്? അത്രേ ഉള്ളൂ. മോണാക്ട് ആണ് നമ്മുടെ ഐറ്റം. അങ്ങനെ മോണാക്ടിന് ആദ്യം ഒരു +2-ല്, ഇനിയിപ്പോ ഇതിന്റെ ലാസ്റ്റ് കൊല്ലമായതുകൊണ്ട് ഇവൻ പോട്ടെ ചേച്ചി തന്നാണോ അറിയില്ല, ഫസ്റ്റ് കിട്ടി ജില്ലയിൽ. അന്ന് +2 നേരിട്ട് ജില്ലയിലേക്കാൻ മത്സരിക്കണം. ഇപ്രാവശ്യം എന്തെങ്കിലും അടിക്കാൻ ചോദിച്ചു വന്നപ്പോ അവിടെ നവ്യമായി രണ്ടിടത്തും മത്സരിക്കാൻ തുടങ്ങുന്നത്. നവ്യ അന്നും സിനിമയിൽ അഭിനയിച്ചിരിക്കുക. സിനിമക്കാർ വന്നെന്ന് പറഞ്ഞപ്പോൾ എന്റെ മുട്ടടിക്കാൻ തുടങ്ങി. കാരണം നമ്മള് നവ്യ വന്നുകൊണ്ട് മാത്രമാണ് എനിക്ക് ഫസ്റ്റ് ഇട്ടാതിരുന്നത്. നവ്യക്ക് ഫസ്റ്റ്, എനിക്ക് 14ാം സ്ഥാനം. അപ്പൊ അതുകൊണ്ടല്ലാന്ന് മനസ്സിലായില്ലേ? ഭാഗ്യം കൊണ്ട് ഒരാളെന്ന് രക്ഷപ്പെട്ടു. വീട്ടിൽ പറഞ്ഞ കള്ളാട്ടത്. സിനിമാകാരായതുകൊണ്ട് അവരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് ഫസ്റ്റ് കിട്ടിയതാണ്. അപ്പൊ നിനക്ക് എത്രയാടാ? എനിക്ക് 14ാം സ്ഥാനം. അത് ശരിയാണോ? അപ്പോ നല്ലതാണെങ്കിൽ മാർക്ക് കിട്ടൂല്ലേ? ഇവിടെ അതിന് ആൾക്കാർ അങ്ങനെ തോന്നുന്നുണ്ടോ സത്യസന്ധമാണെന്ന്? ഉണ്ടോ? ഇനി നമുക്കത് കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും എവിടെയെങ്കിലും എടുത്തു വെച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ പരിശ്രമിക്കാനായിരിക്കും. അപ്പൊ കീപ് ട്രൈങ്. ഒരു സംസ്ഥാനത്ത് അവാർഡ് കിട്ടിയിട്ടില്ലെങ്കിലും മോണാക്ടിനെ അന്ന് ലാസ്റ്റ് എല്ലാ ഫസ്റ്റ് കിട്ടിയ പരിപാടി അവതരിപ്പിക്കാൻ ആൾക്കാരെ വിളിച്ചപ്പോൾ ഞാനാ പോയി അവതരിപ്പിച്ചത്. കാരണം നവ്യ ഉണ്ടായിരുന്നില്ല, ഷൂട്ടിങ്ങിന് പോയി തിരിച്ച്. അന്ന് സർട്ടിഫിക്കറ്റും കൊടുത്തിട്ടില്ല. അപ്പൊ അറിയില്ലല്ലോ രേഖയൊന്നും. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് മോണാക്ടിനെ ഇഷ്ടം.
സമ്മാനം കിട്ടിയില്ലെങ്കിലും സംസ്ഥാന കലോത്സവ വേദിയിൽ വീണ്ടും സമാധാന ചടങ്ങിനെ മോണാക്ട് കളിക്കാൻ പറ്റി. അങ്ങനെ വെറുപ്പിച്ചു ഞാൻ ആൾക്കാരെ. ലാസ്റ്റ് വെറുപ്പിക്കലല്ലേ. അപ്പൊ ഇന്ന് ഗദ്ദാമയിലാണ് ഞാൻ കമൽ സാറിന്റെ പടത്തിൽ ക്യാരക്ടറായിട്ട് അഭിനയിക്കുന്നത്. എന്നെ പിന്നെ നിർത്തി പോയി ചേട്ടാന്ന് അല്ലേ. അത് കഴിഞ്ഞ് പിന്നെ സാറ് ചെയർമാൻ, അക്കാഡമി ചെയർമാനൊക്കെ ആയിട്ട് 5 വർഷത്തോളം പടം ചെയ്തില്ല. നിങ്ങളുടെ പരിപാടി ആയിട്ടില്ലല്ലോ. ചെസ് നമ്പർ ഒന്നും കഴിഞ്ഞിട്ട് വന്നല്ലേ? കഴിഞ്ഞ എന്നാ പിന്നെ കുഴപ്പമില്ല, കുറച്ച് പോസ്റ്റായി നിൽക്കാമല്ലോ. അങ്ങനെ 100ാമത്തെ ചിത്രമായപ്പോഴാണ് പിന്നെ സാർ എന്നെ വിളിക്കണമല്ല. സാർ 5-6 വർഷമായിട്ട് പടം ചെയ്തിട്ടില്ല. പിന്നെ അതിൻ്റെ ഇടയിൽ കൊറോണയൊക്കെ വന്നല്ലോ. പിന്നെ നാട്ടിലുള്ളവരൊക്കെ പറഞ്ഞു വരുന്നതും കഥകൾ കേട്ടിട്ട് വിശ്വസിച്ചു പോയി സാറ്. ഈ ഹൈദരാലിയൊക്കെ അല്ലേ മുന്നിൽ നിന്ന് എന്താ കുറെ നേരം പറഞ്ഞു, എന്താ ആര് വിളിച്ചു പറഞ്ഞു ഇല്ലേ. അപ്പൊ ഈ പറഞ്ഞതുപോലെ ഈ കമൽ സാറിന്റെ കൂടെ കുടിയേറിയ വന്നിരുന്നത് സിനിമയിലെത്താൻ. കാരണം അന്ന് ഇങ്ങനത്തെ പ്ലാറ്റ്ഫോംസ് ഒന്നും ഇല്ലല്ലോ. നമ്മൾ കേട്ടിട്ടുണ്ട് വിനീതിന്, മോനിഷോന്, മഞ്ജു വാര്യറിനെല്ലാം യുവജനോത്സവങ്ങളിൽ നിന്ന് സിനിമയിലേക്ക് എന്നിട്ട് തലക്കെട്ട്. എന്നാ പിന്നെ സിനിമയിൽ കയറാൻ വേണ്ടിയിട്ട് മോണക്ട് കളിച്ച് കലോത്സവം കളിച്ച്. കാരണം അവിടെ ഒന്നും സംവിധായകർ സിനിമയിലേക്ക് എടുത്തോണ്ടെന്ന് വിചാരിച്ചു. നമ്മുടെ അവിടെ ഒന്നും ഒരു കലോത്സവം കാണാൻ വന്നിട്ടില്ല. ആരെയും സംസാരിക്കും ഇല്ല. ഹാപ്പി മാരീഡ് ലൈഫ് എന്ന് പറയണേ. മാരീഡ് ലൈഫ് എന്ന് പറയാൻ തന്നെ കുറെ കഷ്ടപ്പാടുള്ള കാര്യമാണല്ലേ. ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ലേ. പടം കണ്ടിട്ട് പറയണോ. എന്തായാലും റിലീസ് ഒരുങ്ങി. അപ്പം പടം നല്ലതാണ്. നിങ്ങൾ കിട്ടുകയാണെങ്കിൽ റിപ്പോർട്ട്സ് കിട്ടുകയാണെങ്കിൽ കാണാം. പോയിട്ട് തിയേറ്ററിൽ തന്നെ കാണാൻ നോക്കുക കേട്ടാ. എന്നാൽ കണ്ണ് കേട് വരാതിരിക്കുമോ. ടി വിയിൽ ഒരുപാട് നേരം, മൊബൈലിൽ ഒരുപാട് നേരം നോക്കിയിരുന്ന് നമ്മുടെ റെറ്റിന അടിച്ചു പോയിട്ട് ഊർജ്ജസ്വല വരെ. കാരണം കമൽ സാറിന് ഉണ്ടെങ്കിലപ്പം നിങ്ങൾ പറഞ്ഞു എപ്പോഴും പയറുപോലെ ഓടി നടക്കും. നമ്മുടെ മുഖ്യമന്ത്രി, പ്രധാനമന്ത്രി ഇവർക്കൊക്കെ എന്തെങ്കിലും ഊർജ്ജസ്വലതയ്ക്ക് കുറവുണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് എന്തെങ്കിലും കാര്യം ചെയ്യാനുണ്ടെങ്കിൽ, അത് ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് ഊർജ്ജം കിട്ടും അല്ലേ. തീർച്ചയായിട്ടും. അതല്ലേ ഈ പുള്ളിന് ദുബായിക്ക് പറഞ്ഞു വെച്ചിട്ടും പുള്ളി വൈകി കൊടുത്ത് ഇവിടെ വന്നു. ഷനി പറഞ്ഞതുപോലെ ഇപ്പൊ കമൽ സാറ് സംസാരിച്ചെടുത്തു നമ്മുടെ സിനിമയെ കുറിച്ച്, മറ്റു ഡീറ്റെയിൽസ്, നമ്മുടെ സിനിമയെ കുറിച്ച്. ഹലോ, ഓക്കെ. അവിടെ എന്ത് പരിപാടി? ഒപ്പന തന്നെയാണ്. എത്ര ഒപ്പനയുണ്ട് മൊത്തം? ഇന്ന് ഇപ്പം മൊത്തം എത്ര ഒപ്പനയുണ്ട്? 14 ജില്ലയിലോ? ഹൈസ്കൂൾ ടീമിൽ നിന്നാണല്ലോ. 14 ഒപ്പനയല്ലോ. അങ്ങനെയാണല്ലോ. ഓ, അപ്പീല് ഒക്കെ വന്ന് വരുമല്ലോ. അപ്പൊ 10-20 ഒപ്പന ഉണ്ടോ? കൂടുതലോ. അപ്പൊ ഈ പറഞ്ഞ ഇതൊന്ന് നമുക്ക് എനിക്ക് അപ്പീലായിട്ട് ഒന്നാം തരുന്നു. വെറുതെ അപ്പീലൊന്നും കൊടുക്കാതെ അന്നും കൂടി കിട്ടിയിരുന്നില്ലെങ്കിൽ അതും കിട്ടിയ കൊല്ലത്ത് നവ്യാതാര് വന്ന് ഞാൻ നവ്യ കണ്ടപ്പോ പറഞ്ഞു ഈ വർഷമൊക്കെ. അപ്പൊ നവ്യ ഞാൻ കണ്ടില്ലല്ലോ. അങ്ങനെയാണ് ഉള്ളി പിന്നേൽ അഭിനയിച്ചിട്ടുണ്ടപ്പോ നന്ദനത്തില് ഇല്ലേ. നമ്മളാണ് പിന്നീട്. അപ്പൊ ഈ ജഡ്ജസിന്റെ കൈ മുറിയിൽ നടൻ വന്ന് പെർഫോം ചെയ്യുമ്പോ ഇല്ലേ. തീർച്ചയായിട്ടും. ഈ പറഞ്ഞതുപോലെ നമുക്ക് സിനിമയെ കുറിച്ച് കമൽ സാർ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്നോട് സിനിമയെ കുറിച്ച് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് ഒരിക്കൽ നിങ്ങൾ പുറപ്പെട്ടു വന്നല്ലേ. ഇത് അഭിനയിച്ചില്ലേ ഏത് സിനിമയില്? വിവേകാനന്ദൻ. ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ആ സിനിമയിലുണ്ട്. ഹൈദരാലിക്ക് അഭിനയിച്ചിട്ടുണ്ട്. ഈ സിനിമ സാധാരണ രീതിയിൽ നമ്മുടെ കട്ടപ്പന പോലെയുള്ള സ്ഥലം അല്ലേ, ഇടുക്കി പോലുള്ള സ്ഥലത്ത് നിന്ന് ടൗണിലേക്ക് വന്ന് ജോലി ചെയ്യുന്ന ഫിഷറീസിൽ വർക്ക് ചെയ്യുന്ന ഒരു കൃഷി. പുള്ളിക്ക് നമ്മുടേതായ സ്വഭാവവും ഗുണങ്ങളൊക്കെ ഉണ്ട്. അത് നിങ്ങൾ കണ്ടു തീരുമാനിക്കുക. കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. അതിന്റെ ടീച്ചർ ആരെങ്കിലും കണ്ടിരുന്നോ? എങ്ങനെയുണ്ട്? നിങ്ങൾ ഈ ടി വിയുടെ മറിയില്ലെന്ന് അവർക്ക് സിനിമ ഇവരെ കാണാൻ പറ്റുള്ളൂ. സിനിമ 19 തീയതി റിലീസാവുകയാണ്. ഇവിടുത്തെ പരിപാടികളൊക്കെ എങ്ങനെയുണ്ട്? മോണാക്ടിലൊക്കെ വ്യത്യാസം നിന്നോ? ഇതന്നെയാണ് മോണാക്ട്. അമ്മേ വെള്ളം തരും. അമ്മ ഒന്നും മിണ്ടാതിരുന്നേ. അതാ അങ്ങനെയാ. എന്താ മോണാക്ട്? ആര്? പഴയ മോണാക്ട് ഇങ്ങനെ ഓർമ്മയില്ല. ചോദിച്ചെടുത്ത് മുണ്ടല്ല നൈസിൽ കാണിക്കുക. എന്ത് കാണിക്കാൻ?
അല്ല അല്ല മൊണാക്ട് അല്ല, എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? ഒരു പാട്ടായാലോ? 4 ലൈൻ പാട്ട് പാടാം. നിങ്ങൾ ഞാൻ ഇപ്പോഴും പറഞ്ഞ റോഡ് ബ്ലോക്ക് ചെയ്യുള്ള പ്ലീസ് പോലീസ് എനിക്ക് അനുഭവമുണ്ട്. ഒരു പാട്ടിൽ നിന്ന് വിളിച്ചോണ്ടെങ്കിൽ 30 പാട്ടാണ് പാടി. റോഡ് ബ്ലോക്ക് ചെയ്ത് റോഡ് ബ്ലോക്ക് ചെയ്ത് നിൽക്കരുത്. ഭീഷ്മ പാട്ടാ? ഏത് പാട്ടിട്ട്? പാട്ടൊന്നും ഇട്ടില്ല, അത് വേണം. കരക്കൊന്നും ഇട്ടില്ല. ഒരു പാട്ട് 4 ലൈൻ. ആ റോഡിൽ നിന്ന് മാറി നിൽക്കണം, ആംബുലൻസ് പോകുന്നുണ്ട്. കുളിരാടുന്നു മാനത്ത്, കിളിപ്പാടുന്നു താഴത്ത്, മഞ്ഞിൽ വിരിഞ്ഞു മന്ദാരങ്ങൾ, നെഞ്ഞിൽ കിനിഞ്ഞു തേൻതുള്ളികൾ, കിളിവാതിൽ തുറന്നൊരു പൊൻപക്ഷി പോ, ഇനിയും കാലമേ പോരൂ. ഈ പാടാലേക്ക് കേട്ടിട്ടുണ്ടോ? വിനിയ, വെള്ളി ഇല്ലാതെ എന്താ കാര്യം? വെള്ളിയാണ് എടുത്തു കൊണ്ടുപോയിട്ടോ, ആര് കൊണ്ടുപോയിട്ടോ വെള്ളി? ഈ സ്വർണ്ണ വീണോ? ലാക്സാ? ഭീഷ്മ ഡാൻസാ? പാട്ടിടാൻ പറ്റുമോ? ഭീഷ്മയുടെ പാട്ട് ഡാൻസ് ഞാൻ കളിച്ചോ? ആര് പാടുന്നു? എന്താ ഭീഷ്മരൂപത്തിന്റെ പാട്ട് അല്ലേ? ഓക്കെ വിനോദ്, ആ പാട്ടൊന്ന് പ്ലേ, ഭീഷ്മരൂപം പാട്ടൊന്ന് പ്ലേ ചെയ്യണം യൂട്യൂബിൽ എടുത്തിട്ട്. കരോക്കെ ഇടാം, കരോക്കെ ആയിട്ടിടോ? അല്ല കരോക്കെ എന്നാ കരോക്കെ എടുക്കുക. പക്ഷെ നമ്മളിത് ഇത് വേറെ കാര്യങ്ങൾ നിങ്ങൾ റോഡ് ബ്ലോക്ക് ചെയ്യാൻ പല പ്രാവശ്യം കൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ കൃത്യമായിട്ട് പറയണം റോഡ് ബ്ലോക്ക് ചെയ്യില്ല. നിങ്ങൾ ഒന്ന് വിസ്താരമായിട്ട് നിന്നാലും നിൽക്കുകയാണ്. ഒന്നിലെ റോഡിന് അപ്പുറം നിൽക്കുക. റോഡ് ബ്ലോക്ക് ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശം കൊണ്ടാണ് ഇങ്ങനെ ഒരു താരം വന്നപ്പോൾ അത് ബ്ലോക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ല ഇത് മെയിനായുള്ള ചെയ്യാനുള്ള അവകാശം കൊടുക്കണ്ടേ? മെയിനായിട്ടുള്ളൊരു അവകാശം കൊടുക്കണ്ടേ? മെയിനായിട്ടുള്ളൊരു ഇതാണ് യാത്ര ചെയ്യുന്നവരാണ്. അല്ല യാത്രക്കാരെ ഉപയോഗിക്കേണ്ട, റോഡ് ക്രോസ് ചെയ്താൽ മതി. അതുകൊണ്ടാണ് പറഞ്ഞത്. പ്ലീസ് നാട്ടുകാട് വിനോദം റെഡിയാണോ? നിങ്ങളൊക്കെ അല്ലേ? നിങ്ങൾക്ക് നല്ല വേദിയാണ് ഇപ്പൊ കിട്ടുകയാണല്ലേ? ഇന്നൊരു പാട്ട് പഠിക്കപ്പെട്ടു എടുക്കുമ്പോ ഇതാ ഈ പാട്ടാണ്. കരയൊക്കെ ഇത് കിട്ടിയാ സാറത്തെ ഇതൊന്നും കൊടുക്കാവുന്ന വിനോദ് ഞാനത് അതാരാ? അത് വിനോദ് കരയൊക്കെ ഉണ്ടോ? എന്നാ പ്ലേ ചെയ്തോ.
അപ്പം ഇങ്ങനെ കൊളാക്കിയൊന്നുമില്ലേ? പുള്ളിയുടെ മോളുടെ കല്യാണം നടന്ന് കൊളാക്കിണ്ട് വെറുതെ വന്ന് ആ മൈക്കറിഞ്ഞു കൊടുക്കട്ടെ. അപ്പം നമുക്ക് ഈ മണവാട്ടിമാർക്കും ഇവർക്കും ഒരു ആഗ്രഹമുണ്ട്, ഒരു സെൽഫി എടുക്കണമെന്ന് നിങ്ങളോടൊപ്പം. ഇത് നിങ്ങളായിട്ട് ബന്ധമുള്ള മൊബൈലാണോ? അല്ല, അപ്പൊ അതിലെടുക്കല്ലോ. ഇതിന്റെ ഈ ടീച്ചർമാരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആരാ പേരൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ മൊബൈൽ വരികയാണെങ്കിൽ ഇവരോടൊപ്പം ഒരു മൊബൈൽ ഈ മൈക്ക് കൊടുക്കും. ചൂച്ചുക്ക മൊബൈല് തരൂ. ഏതാണ് മൊബൈൽ? ആരാണ്? ചൂച്ചുക്ക ഒപ്പന ടീമിന്റെ കൂടെ വന്ന ചൂച്ചുക്കത്തിന് മൈജി കൊല്ലത്തിന്റെ കൊടുക്കാം. ഏതാ മൊബൈലുണ്ടോ നിങ്ങളുടെ കൂടെ ടീം വന്നിട്ട്? അല്ല, അതല്ല മോനെ പ്ലീസ്. ഇതല്ല ഈ മൊബൈലല്ല, ഈ മൊബൈലല്ല. അറിയാതെ പിന്നെ എങ്ങനെയാ മോനെ? ശരിയാണ്. ഓക്കെ, ഐഫോൺ തന്നെ നമ്മുടെ ഇതാ. അല്ല, ഇതിലെടുത്ത് നമ്മള് ഉമ്മാടുമ്മ വിളിക്കുന്നതാണ്. അല്ല, എന്നാ ഇതിലെടുത്തോ, അല്ലെങ്കിൽ ഇതിലെടുത്തോ. ഇത് നമ്മുടെ ഫോണിലെടുത്ത് തന്നാൽ മതി അല്ലേ? നിങ്ങൾക്ക് കൈമാറാം. എന്നാ ഓക്കെ. അവിടെ അല്ല, വേറെ സ്ഥലത്ത് പാട്ട് കേൾക്കുന്ന പഠിക്കും. പറഞ്ഞു നീ അവിടെ നിൽക്കുന്നേ, ഞാൻ എന്തോരം പറഞ്ഞു. ബോക്സ് ഒക്കെ മറിയും. ഒന്ന് നിങ്ങള് റോഡ് ഒന്ന് മാറണം കേട്ടോ. ഇത് നമ്മള് അവിടെ തന്നെ അല്ലേ? അങ്ങോട്ട് വരും, അങ്ങോട്ട് വരും. നിങ്ങളവിടെ വഴി ക്ലിയർ ചെയ്തോ? വരുമോ? ഒന്നും